എന്താ അങ്ങളെ, എന്തേലും പ്രശ്നമുണ്ടോ? ഇവിടെ വെച്ച് ദിവ്യക്ക് സീമന്തം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹൃദയമ്മയുടെ എന്തായി പറയണേ? ഒരു പരസഹായത്തിന് ആരോരുമില്ലാത്ത പെൺകുട്ടിയാ ദിവ്യ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചടങ്ങ് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തി കൊടുക്കാൻ സാധിക്കുന്നത് എത്ര വലിയ പുണ്യമാണ്. അതെ, പക്ഷേ അംബിക മാഡത്തിനും ദീപക് സാറിനൊന്നും നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഇഷ്ടാവില്ല. മാത്രല്ല അവർക്ക് നമ്മളോടുള്ള ശത്രുത കൂടുകയും ചെയ്യും. അതൊക്കെ നമുക്കൊരു പ്രശ്നമാണോടി? അതല്ല, ഈ പറയുന്ന മനസാക്ഷിയില്ലാത്ത അമ്മയ്ക്കും വകതിരിവില്ലാത്ത മകനും നമ്മള് നല്ലത് ചെയ്താൽ പോലും അവര് നമ്മളെ ശത്രുവായി തന്നെ കാണൂ. അതിലൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ എന്താ പ്രശ്നം? അതൊക്കെ മുന്നും പിന്നും നോക്കാതെ നടത്തേണ്ട ഒരു ചടങ്ങാണോ സീമന്തം? ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ നല്ല സമയത്തിനും ഉന്നമനത്തിനും ആ കുഞ്ഞിനെ നമ്മുടെ ലോകത്തേക്ക് വരവേൽക്കാനായി കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ബന്ധുമിത്രാദികളും ചേർന്ന് നടത്തേണ്ട ഒരു ആചാരമാണ് സീമന്തം. പ്രിയയ്ക്ക് നമ്മളെങ്ങനെയാ സീമന്തം നടത്തിയതെന്ന് നീ ഓർക്കണ്ടാ? ഓർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ജോത്സ്യരോട് ചോദിച്ച് നല്ലൊരു ദിവസം കുറിക്കണം. അതിന് കുഞ്ഞിന്റെ അച്ഛനമ്മമാരുടെ പേരും നാളും ജോത്സ്യരോട് പറഞ്ഞു വേണം തീയതി കുറിക്കാൻ. ദിവ്യയുടെ നാള് ഞാൻ വിളിച്ച് ചോദിക്കാം വേണമെങ്കിലേ. കുഞ്ഞിന്റെ അച്ഛൻ ദീപകിന്റെ നാള് ചെറിയച്ചനോട് ചോദിച്ചാ പറഞ്ഞു തരും. ഓക്കെ. ദാങ്ങളെ, ഇതാ രണ്ടാളുടെയും ഡേറ്റ് ഓഫ് ബർത്ത്. ജോത്സരെ ഞാൻ വിളിച്ചു രാജ. ഹലോ ജോത്സരെ, ഞാൻ രാജുവാ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. ഹലോ